നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ തുടർന്ന് പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് നായകൻ ഷാഹിദ് അഫ്രീദി. ഇന്ത്യ പാക് സംഘർഷത്തിന് പിന്നാലെ കറാച്ചിയിൽ നടന്ന പാക് വിജയ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അഫ്രീദി. ഇന്ത്യയുടെ വ്യോമാക്രമണം പാകിസ്ഥാനിലെ സാധാരണക്കാരെയും കുട്ടികളെയും ആരാധനാലയങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് ഷാഹിദ് അഫ്രീദി തന്റെ വിവാദ പരാമർശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രകോപനപരമായ നടപടികളാണ് സംഘർഷത്തിന് ഇടയാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ സ്വയം പ്രതിരോധിക്കാൻ മാത്രമാണ് ചെയ്തതെന്നും ആക്രമണത്തിന്റെ അനന്തരഫലങ്ങൾ ഇന്ത്യ ഇപ്പോൾ അനുഭവിക്കുകയാണെന്നും അഫ്രീദി കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനിലെ ഒന്നിലധികം വ്യോമതാവളങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടും ഷാഹിദ് അഫ്രീദി പ്രകോപനപരമായ പരാമർശങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പാകിസ്ഥാൻ സമാധാനം പുലരാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായാൽ നിശബ്ദരായിരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഇന്ത്യ തന്നെയാണെന്ന് നേരത്തെ ഷാഹിദ് അഫ്രീദി ആരോപിച്ചിരുന്നു. അരമണിക്കൂറോളം ആക്രമണം നടന്നിട്ട് ഒരു ഇന്ത്യൻ സൈനികൻ പോലും വന്നില്ല. സ്വന്തം ജനങ്ങളെ കൊന്നിട്ട് പഴി പാകിസ്ഥാനുമേൽ ചുമത്തുകയാണ് ഇന്ത്യയെന്നായിരുന്നു അഫ്രീദിയുടെ ആരോപണം. അതിനു പിന്നാലെ കനത്ത സൈബർ ആക്രമണവും അഫ്രീദി നേരിട്ടിരുന്നു.